എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ശരീരത്തെ ശക്തിപ്പെടുത്താം, പുഷ്ടിപ്പെടുത്താം ഡയറ്റിലൂടെ എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കേണ്ടത്, ഈ പലരും ഈ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ചിന്തിക്കുമ്പോൾ അവർക്ക് ശരിക്കും എത്ര വെയിറ്റ് ആണ് ഉണ്ടാവേണ്ടത്, അത് നോട്ടത്തിലാണോ നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഈ BMI കണക്ക് വെച്ച് തന്നെ നോക്കേണ്ടതാണോ എന്നുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോ ഇന്നത്തെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഹെൽത്ത് കെയറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണ്. അപ്പം അതേ സമയത്ത് വളരെ ഒരു ന്യൂനപക്ഷം മാത്രമുണ്ട് അണ്ടർ വെയിറ്റ് ആയിട്ട്. അപ്പൊ നോർമൽ വെയിറ്റ് ഉള്ളവരെയും ശരിക്കും പറഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ആരെങ്കിലും ക്ഷീണിച്ചായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ക്ഷീണിച്ചു തന്നെ ആണോ എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം കുട്ടികളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പം വേറൊരു ഫാമിലിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തുനിന്നും വണ്ണം വെപ്പിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. യൂഷ്വലി ലേഡീസിലൊക്കെ അത് പറ്റുന്ന അതോ അന്നേരം അങ്ങ് വണ്ണം വെച്ച് പോകും. അതുപോലെ തന്നെ പ്രസവത്തോടെയൊക്കെ വണ്ണം വെച്ച് ഓവർ വെയിറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ മേജർ പ്രോബ്ലം. പക്ഷെ അതേ സമയത്ത് അണ്ടർ വെയിറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഡിസ്കസ് വിഷയം ശരിക്കും അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ അണ്ടർ വെയിറ്റിന് എന്താണ് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ അണ്ടർ വെയിറ്റ് വരാൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാവും. ഒന്ന്, നമ്മൾ ആ കൊച്ചു പിള്ളേരിൽ വരുന്ന, അതായത് ചെറുപ്പത്തിലെ തന്നെ അണ്ടർ വെയിറ്റ് ആയിരിക്കും. മൊത്തത്തിൽ എപ്പോഴും വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന, തീരെ ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ. പിന്നെ അവർക്ക് പക്ഷെ ചിലപ്പോൾ രോഗമൊന്നും കാണുകയല്ല, അവർ ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളൊരു ലുക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ആക്ടിവിറ്റീസ് ഒക്കെ ഓക്കെ ആയിട്ടുള്ളവരായിരിക്കും. പിന്നെ വേറൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഫിസിക്കൽ സ്റ്റാമിന ഉണ്ടാവില്ല, ഒന്നിനും വയ്യ, ക്ഷീണിച്ചുമായിരിക്കും ഇരിക്കുന്നത്. അതേ സമയത്ത് സ്റ്റാമിന ഇല്ല. ചിലർക്ക് നോർമലായിട്ട് വെയിറ്റ് കണ്ട കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല, എന്നാലും ക്ഷീണമുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടാവും. അവർക്ക് ഒന്ന് ഫിസിക്കലി ചെയ്യാനോ അല്ലെ സാധാരണ ഇപ്പോഴത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസോ അതുപോലൊന്നും ഇല്ലല്ലോ. ഒരു ഓഫീസ് വർക്കിലോ പോകാനോ അല്ലെങ്കിൽ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തൊരു ജോലിയിൽ പോലും അവർക്കൊരു ടയർഡ്നെസ് ആകുന്നത്. പിന്നെ ഉള്ള ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം വന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന അങ്ങ് ക്ഷീണിച്ചു പോയി, അല്ലെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലതരം മരുന്നുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്ന്, ചില ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാതെ വരുന്നതാണല്ലോ. ചിലതരം ആസ്മ പേഷ്യൻസിന് ഓവർ വെയിറ്റ് ആയിരിക്കും. ഓവർ വെയിറ്റ് ആസ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകാം. അതുപോലെ ആസ്മ രോഗികൾക്ക് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരും ഉണ്ടാവും. അതുപോലെ ചിലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കുന്ന, ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ വന്ന്, അല്ലെങ്കിൽ ഈ ഗ്രേവ്സ് ഡിസീസ്, ഒരു തരം ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള രോഗം വന്ന് അങ്ങനെയൊക്കെ നമ്മൾ ക്ഷീണിച്ചു പോവാം. അപ്പൊ അതിനെങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ മേലെന്നായി, അങ്ങനെ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട് ക്ഷീണിച്ചു പോയവർ, ഇങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ളവർക്കാണ് ഈ ശരീരം പുഷ്ടിപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അത് അണ്ടർ വെയിറ്റ് ആണോ നോർമൽ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ BMI തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാവരുടെയും വിചാരം നമ്മൾ BMI 25 ആണ് നോർമൽ എന്നാണ്. അത് തെറ്റായ ധാരണയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BMI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഒരു 6 പാക്ക് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരു 23 to 25 വരെ ആകാം. ബാക്കി ലോ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ 18 to 23 വരാൻ പാടുള്ളൂ. ഇന്ത്യൻസിന് നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 18 to 23 ആണ്. പിന്നെ അവരുടെ മസിലിന്റെ മാസം അനുസരിച്ചാണ് 18 വേണോ അതോ 23 വേണമെന്നോ. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം, കൊഴുപ്പ് കൂടി വരുന്നതനുസരിച്ച് ആരോഗ്യം കുറയത്തേ ഉള്ളൂ. കൊഴുപ്പ് വേണം, ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊഴുപ്പ് പാടുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അണ്ടർ വെയിറ്റ് ആണോ നോർമൽ ആണോ,
ബോഡിയിലെ ആവശ്യത്തിന് മസിലും ബോണും ഉണ്ടോ, ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ നമ്മളുടെ ഒരു കോമ്പോസിഷനോ അല്ലെ പുഷ്ടിപ്പെടുത്തുകയോ വെയിറ്റ് കുറയ്ക്കുകയോ വെയിറ്റ് കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ്. ഈ പലപ്പോഴും ഈ നമ്മളുടെ തൊലിയുടെ ഒരു നേച്ചർ അനുസരിച്ച് വളരെ കനം കുറഞ്ഞ് ഇരിക്കുന്ന പോലെയും ഈ എല്ലുകളൊക്കെ പുറത്ത് കാണുന്ന പോലെ ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെ ഈ സ്കിന്നി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫാറ്റിന്റെ കുറവ് മാത്രമല്ല മസിലിന്റെ കുറവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഭക്ഷണം അല്ലെങ്കിൽ ഫാറ്റുള്ള ഭക്ഷണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എനർജം ഒക്കെ കൂടുതൽ കഴിച്ചാൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റുക? അപ്പം ഈ മസിൽ എങ്ങനെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോർ, അത് നമ്മളുടെ ഫ്രെയിം ഉണ്ടാക്കുന്നത് ബോണാണല്ലോ. ബോണ്, അതിന് ചുറ്റും ഉള്ള മസില്, അതിന് മസിലിന് പുറമെയാണ് ഈ നമ്മുടെ ഒരു സ്കിന്നും അതിൻ്റെ അടിയിലുള്ള ഫാറ്റും വരുന്നത്. പിന്നെ നമ്മുടെ ഇന്റേണൽ ഫാറ്റാണ്, അതായത് നമ്മളുടെ നെഞ്ചിനുള്ളിലുള്ളത്. നെഞ്ചിനുള്ളിൽ എന്താ, ഹാർട്ടും ലങ്സും ആണ്. അതിനെ ചുറ്റി കുറെ ഫാറ്റ് ഉണ്ടാവും. അതുപോലെ വയറിനുള്ളിൽ കുടലിനെ ചുറ്റിയും കുറെ ഫാറ്റ് ഉണ്ടാവും. ഈ കുടലിനെ ചുറ്റിയും ഫാറ്റ് വരുമ്പോഴാണ് കുടവയറായിട്ട് വരുന്നത്. ഈ നെഞ്ചിന് ഒത്തു തന്നെ ഇതുപോലെ തന്നെ ഫാറ്റ് വരാം. അപ്പൊ അവിടെ തിങ്ങലാവും. അപ്പം നമുക്ക് ശ്വാസം ഒന്നും പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ശ്വാസം കിട്ടുകയില്ല. ശ്വാസം വിടാൻ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കിതപ്പ് പോലെയായിരിക്കും. അതെന്താന്ന് വെച്ചാൽ അവിടെ എല്ലാം കൊഴുപ്പടിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അണ്ടർ വെയിറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷീണവും ശ്വാസം മുട്ടലും ഒക്കെ വരാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ശ്വാസം എടുക്കണമെങ്കിൽ മസിൽ വേണം. നമ്മളുടെ ഡയഫ്രം, അതുപോലെ ഇന്റർകോസ്റ്റൽ മസിൽ, ഈ വാരിയലിനിടയിലുള്ള മസിൽ, വാരിയലിനിടയിലുള്ള മസിലും ഡയഫ്രം, അതായത് വയറിനെയും നെഞ്ചിനെയും തമ്മിൽ ഇടയ്ക്കൊരു ഭിത്തിയുണ്ട്, മസ്കുലാർ ഭിത്തിയാണത്. അതാണ് ഡയഫ്രം. അത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതനുസരിച്ചും ഈ റിബിന്റെ വാരിയെല്ലുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മസില് പൊങ്ങുകയും താഴുകയും അനുസരിക്കുകയാണ് നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. അപ്പം ഈ മസിലുകൾ വീക്കായി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നമ്മൾ ഒരാളുടെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പം അവർ അണ്ടർ വെയിറ്റ് ആണോ എന്നറിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാരിയല് ഇങ്ങനെ എണ്ണുന്ന പോലെ, അതായത് കുഴിഞ്ഞു കുഴിഞ്ഞു ഓരോന്നിനും എണ്ണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു അണ്ടർ വെയിറ്റ് ആണെന്നാണ് ഡെഫിനറ്റ്ലി ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡ്രസ്സിൽ കവേർഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതാണ് വാരിയലിന്റെ കാണാൻ പറ്റുന്നത്. അതേസമയം വാരിയലിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണോ എന്നറിയാനും വാരിയലിൽ നമ്മൾ തൊടുമ്പം നമുക്ക് തൊട്ട് നോക്കി അത് പാൽപ്പേറ്റ് ചെയ്യുക. ഈ മെഡിക്കൽ ടേംസിൽ പറഞ്ഞ പാൽപ്പേഷനിൽ നമുക്കത് കിട്ടുകയും ചെയ്യണം, ഓരോന്നിനും തിരിച്ചറിയാനും പറ്റണം. നേരെ നോക്കുമ്പോൾ അത് അവിടെ ഫിൽഡും ആയിരിക്കണം. അപ്പോൾ അണ്ടർ വെയിറ്റ് ആകുമ്പോൾ ഈ മസിലുകളും കൂടെയാണ് പോകുന്നത്, അതായത് ഇന്റർകോസ്റ്റൽ മസിൽസ്, വാരിയലിന്റെ ഇടയിലുള്ള മസിൽ, അതും പോകും. പിന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റും പോകും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അതൊക്കെ സാധാരണ ഈ മാൽന്യൂട്രീഷൻ വന്ന് ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് വരുമ്പോഴാണ് കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള അണ്ടർ വെയിറ്റ് വരുന്നത്. യൂഷ്വലി ഇപ്പോൾ ഒക്കെ ഉള്ളത് മസിൽ കുറഞ്ഞിട്ടാണ് അണ്ടർ വെയിറ്റ്. പലപ്പോഴും പലരും കൊഴുപ്പ് കൂടുതലായിരിക്കും പക്ഷെ മസിൽ കുറവായിരിക്കും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ശരിക്കും. പഴയ കാലത്ത് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ട് വരുന്ന പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയും. ഇപ്പൊ എനർജിക്ക് ഒരു കുറവുമില്ല, അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കൂടുതലുണ്ടാവും. പലരും മെലിഞ്ഞിരിക്കുന്ന പക്ഷെ കുടവയറുണ്ടാവും. വലിയ വണ്ണമൊന്നും ഇല്ലാത്ത നേച്ചറായിരിക്കും പക്ഷെ വയറിങ്ങനെ തള്ളി നിൽക്കുകയായിരിക്കും. അത് ശരിക്കും ഹെൽത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ വയറിനൊക്കെയാണ് നമ്മൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ 6 പാക്ക് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വയറ് ഫ്ലാറ്റായിട്ട് വയറ് തള്ളി നിൽക്കുന്നത് പോലെ വരരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അണ്ടർ വെയിറ്റുമായിട്ട് വയറും കൂടെ തള്ളി നിൽക്കുകയാണെങ്കിൽ അതും ഇൽ ഹെൽത്ത് ആണ്. പലപ്പോഴും ഇപ്പൊ അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ കാണുന്നത്. വെയിറ്റ് ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷെ ഒരു വലിയ വയറും ഉണ്ടാവും. അതാണ് ഇൽ ഹെൽത്തിന്റെ ലക്ഷണം.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ ഇങ്ങനെ വീക്ക് തിന്നായിട്ട് ഈ പറയുന്ന പോലെ എല്ല് വരെ കാണാവുന്ന സ്റ്റേജിലുള്ള ആൾക്ക് ആളുടെ ബോഡി കറക്റ്റ് ആക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് വെച്ചാ, അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഫുഡ് കൂടുതൽ കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ മാത്രം കാര്യമില്ല. അത് നമ്മൾ ഭക്ഷണം കഴിക്കണം, അത് നമ്മൾ അബ്സോർബ് ചെയ്യണം, അത് ലിവറിൽ പോയി അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ മാനുഫാക്ചറിങ് നടക്കണം. അത് കഴിഞ്ഞിട്ട് സെല്ലുകളായിട്ട് അത് മാറണം. ആ സെല്ലിൽ അല്ലെങ്കിൽ ഇപ്പം എക്സസ് ഫാറ്റ് ആണെങ്കിൽ, കുറച്ച് ഫാറ്റിന്റെ കുറവാണെങ്കിൽ, ഫാറ്റ് ആണെങ്കിൽ അത് നമ്മളുടെ അഡിപ്പോസ് സെൽസ് എന്ന് പറയും, അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത്രയും കാര്യം. പിന്നെ മസിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിൽ ബിൽഡപ്പ് ചെയ്യണം. ബോണിനാണ് ബിൽഡപ്പ് ചെയ്യണം, ബോൺ ബിൽഡപ്പ് ചെയ്യണം. എന്ത് പ്രോഡക്റ്റ് ഇത് നടക്കണമെങ്കിലും അവിടെ രക്തഓട്ടം വരണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിലേക്കുള്ള രക്തയോട്ടം കൂടും, അവിടെ ഇൻഡസ്ട്രി അബ്സോർപ്ഷനും ആയിട്ട് വരും. അപ്പൊ നാച്ചുറലി ലിവറിലേക്ക് വരും, അതൊക്കെ ലിവർ ചെന്ന് കഴിയുമ്പോൾ. പക്ഷെ ബാക്കി എല്ലുകൾ വളരണമെങ്കിലും മസില് സ്ട്രോങ്ങർ ആവണമെങ്കിലും നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, അതാണ് നമ്മളുടെ ആക്ടിവിറ്റിയുടെ. ഇപ്പൊ ചിലര് വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇനിയും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് അതിന് പേടിയാണ്. നമ്മൾ എക്സസൈസ് വെയിറ്റ് വെപ്പിക്കാൻ നോക്കുന്ന ഒരാള് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കണം. അതായത് ഒരു സമീകൃത ആഹാരം നമ്മൾ പറയുന്ന പോലെ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുന്നവർ കുറച്ച് പ്രോട്ടീൻ കൂടുതലുള്ളത് കഴിക്കണം. അതാണല്ലോ ഇപ്പൊ ചെറുപ്പകാലത്ത് നമുക്ക് എല്ലാവർക്കും മസിൽ ബിൽഡിങ്ങും കൂടെ ഒരു ആവശ്യമാണ്. അപ്പം പ്രോട്ടീനും കൂടെ ഉള്ള കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും വേണം. ഇതിനെയൊക്കെ ഈ പ്രോട്ടീനെ മസിലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് വേണം. അതുകൂടാതെ അതിന് വേണ്ട കുറെ ആക്സസറി സാധനങ്ങളുണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, പ്രോട്ടീൻ മാത്രമല്ല നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി വരുന്നത് മസിലും ബോണും മെയിൻ നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ വേണം. അതുകൂടാതെ ഫാറ്റ് വേണം. ഫാറ്റാണ് സെൽ, പക്ഷെ ഫാറ്റ് അളവ് കുറച്ചാണ്. പക്ഷെ ആ ഫാറ്റിന്റെ ക്വാളിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ട് വരുന്ന, അതിനെ അല്ലെ ചുറ്റിയുള്ള മതിൽ പോലെ വെക്കുന്നത് ഫാറ്റ് ലെയറാണ്. ആ ഫാറ്റ് ലെയർ പ്രോപ്പർ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എൻഡ് ഒമേഗ 3, 6, 9 വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. അത് നമ്മളെപ്പോഴും പറയില്ല സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ലതല്ല, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് നല്ലതല്ല എന്ന്. അപ്പൊ നമുക്ക് വേണ്ടത്രയും ഒമേഗ 3, 6, 9 ഫാറ്റും കിട്ടിയില്ലെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഈ ട്രാൻസ് ഫാറ്റും ഒക്കെ ഈ സെൽ ബിൽഡിങ്ങിന്റെ സെൽ വാളും ലൈനിങ്ങും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൽ ഹെൽത്ത് ആയിട്ട് മാറും. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് സമീകൃതമായിരിക്കണം, അതിലെ ഒമേഗ 3, 6 ബാലൻസ് കറക്റ്റ് ആയിരിക്കണം, പ്രോട്ടീൻ ആവശ്യത്തിന് വേണം. അതിൻ്റെ ഒപ്പം എക്സസൈസും കൂടെ ചെയ്ത് കറക്റ്റ് ആക്കി എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബോഡി ബിൽഡിങ്, അല്ലെങ്കിൽ നമ്മളൊരു പുഷ്ടിപ്പെടുത്താന്ന് പറഞ്ഞാൽ കുറെ വണ്ണം വെക്കുക എന്നുള്ള ഒരു ഇതാവരുത്. ബോഡി ഷേപ്പ് നല്ല കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം. അല്ലാതെ റോങ് ആയിട്ടുള്ള സാധനം വെച്ച് ബിൽഡപ്പ് ചെയ്താൽ അതൊരു ഹെൽത്തിലേക്ക് പോകത്തേ ഉള്ളൂ. ശരിക്കും ഈ ബോഡി വെയിറ്റ് കൂട്ടണം എന്ന് ചിന്തിക്കുന്നവര് നോർമലി അവരുടെ ആ ഒരു വണ്ണം കുറവിന്റെ കൂടെ തന്നെ ഒരു ക്ഷീണത്തിന്റെ ഒരു അംശവും കൂടി ഉണ്ടാവും. അപ്പം ഈ ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അവരെന്ത് ചെക്കപ്പോ അങ്ങനെ ടെസ്റ്റോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ വണ്ണം വെക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ്? യെസ്, ഡെഫിനറ്റ്ലി. നമ്മൾ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ചിലർക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ള എന്തെങ്കിലുമൊക്കെ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നേ കാണുള്ളൂ. ചിലപ്പോൾ ലിവറിന് പ്രോബ്ലം ഉണ്ടാകാം, ചിലപ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ നോക്കുമ്പം അത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കിഡ്നി പ്രോബ്ലംസ്, ലിവർ കിഡ്നി ഫംഗ്ഷൻ നോക്കിക്കഴിയുമ്പം GFR, യൂറിക് ആസിഡ്, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ലിവറിലാണെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, SGOT, SGPT, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലുണ്ടോ എന്ന് നോക്കാം.
പിന്നെ നമ്മളൊരു ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മളൊരു TPU മൈക്രോബിയൽ ആന്റിബോഡീസ് എന്നൊക്കെ പറഞ്ഞത് തൈറോയിഡുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോഇമ്യൂൺ സ്ക്രീനിങ് പോലെയുള്ള ഇത് ചെയ്യാം. പിന്നെ ബ്ലഡ് ടെസ്റ്റ് തന്നെ, രക്തക്കുറവുണ്ടോ, വൈറ്റമിൻസിന്റെ കുറവുണ്ടോ. അപ്പം നമ്മളൊരു ന്യൂട്രീഷണൽ അനാലിസിസ് ചെയ്യണം. നമ്മുടെ ഓർഗൻസിന് ഏതെങ്കിലും കുഴപ്പമുണ്ടോ, അതുകൊണ്ടാണോ നമ്മൾ വണ്ണം വെക്കാത്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ പരിഹാരം. ഇപ്പോൾ വൈറ്റമിൻസിന്റെ കുറവുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം അതും കൂടെ അത് പരിഹരിക്കാനും കൂടെ നോക്കിക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും വെയിറ്റ് കൂടുകയില്ല. കൂടിയാൽ തന്നെ ഇപ്പം വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓവറായിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ അസുഖത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. പിന്നെ കൂട്ടാൻ നോക്കുമ്പോൾ ഓവറായിട്ട് കൂടി പോവുകയും ചെയ്യുക. ഓവറായിട്ട് കൂടി പോയാൽ കൂടുതൽ അസുഖങ്ങൾക്ക് ചാൻസ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ 40 കിലോ ഉള്ള ഒരാൾ 50 കിലോ ആയി, അവർക്ക് വേണ്ടതുപോലെ മസിലും ബോണും അല്ല വെച്ചെങ്കിൽ വല്ല കൊഴുപ്പ് കൂടി 10-20 കിലോ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഭാരം പോലെയാ. കാരണം മസിലില്ല, അപ്പം ബോണും വീക്കാ. അപ്പം നമുക്ക് അത്രയും ഭാരവും കൂടി ചുമക്കാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രൊപ്പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ട് വെയിറ്റ് കൂട്ടാനായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമ്മളതൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആവുള്ളൂ. ഇപ്പൊ ഈ വണ്ണം വെക്കാനായിട്ട് നോക്കുന്ന പലർക്കും ശരിക്കും എന്തെങ്കിലും ഇങ്ങനെ സപ്ലിമെന്റൽ ടൈപ്പ് ഓഫ് സപ്പോർട്ട് അതൊക്കെ ആണ് കൂടുതലും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം അങ്ങനെ ഉള്ള എന്തെങ്കിലും പ്രത്യേക രീതിയിലുണ്ടോ ക്വിക്കായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്? ഈ പലതരം പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളുണ്ട്. അതിനകത്തൊക്കെ ചിലതിൽ ഇങ്ങനെ ബോഡി പല കാര്യങ്ങളും ഒക്കെ ഇട്ടതും ഒക്കെ ഉണ്ട്. അതായത് പല നമ്മുടെ ഈ സ്റ്റിറോയിഡ്സ് എന്നൊക്കെ പറയല്ലോ, അനബോളിക് സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ളത്. അതൊക്കെ ഇപ്പൊ സിക്കായിട്ടുള്ള ഒരാൾക്ക് ചെറിയ ലെവലിലൊക്കെ അനബോളിക് സ്റ്റിറോയിഡ് ഒക്കെ ചിലപ്പോൾ അത് ഒരു അസുഖത്തിന്റെ ഭാഗമാണെങ്കിൽ, അല്ലാതെ ഈ ജിമ്മിലൊക്കെ പോയി വെരി ഹെവി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പൗഡർ ഒക്കെ എടുക്കുന്ന പിള്ളേർ അങ്ങനത്തെയൊക്കെ വരാം. അതിനകത്ത് ചില കെമിക്കലും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓവറായിട്ട് ഇത് എടുത്തോണ്ടിരിക്കുമ്പം വേണ്ട ബാക്കിയുള്ള ന്യൂട്രീഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ കഴിച്ചുകൊണ്ട് പോലും ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം എടുക്കുന്നത് ഒരു പരിധി വരെ. അപ്പം ഈ സെയിം ഇത് ചില കെമിക്കലും കൂടെ ആഡ് ചെയ്ത സാധനത്തിലാണെങ്കിൽ ഹാർട്ടിന്റെ മസിൽസും ഓവർ ഗ്രോ ചെയ്യും. അപ്പൊ ഹാർട്ടിന്റെ ഹാർട്ട് എന്നാ വലുതാകുന്ന നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഹാർട്ടിന്റെ മസില് വലുതായാൽ അതിന് കൂടുതൽ ബ്ലഡും കൂടെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴൽ എന്ന് പറഞ്ഞാൽ വളരെ നേരിയതാ, ചെറിയ രക്തക്കൊഴല. അപ്പൊ അവിടെ നമ്മൾ ഓവറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ചെയ്ത് ഹാർട്ടിന്റെ മസിലൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അത്തരത്തിനുള്ള ബ്ലഡ് കൊടുക്കാനുള്ള ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവില്ല, അതിനുള്ള രക്തക്കൊഴലിന് വലിപ്പം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ വെയിറ്റ് ഗെയിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ച്, പ്രത്യേകിച്ച് വലിയ ജിമ്മിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി വരുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഉള്ളതെന്നു വെച്ചാൽ പ്രോട്ടീൻ പൗഡർ ഒക്കെ ആയിട്ട് ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേറ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ അതിനകത്ത് ഒരു ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ പാടില്ല എന്നാണ്. അപ്പൊ ഫുൾ പ്രോട്ടീൻ, മറ്റേതിപ്പം വേ പ്രോട്ടീൻ അല്ലെങ്കിൽ എന്തായാലും ഹൈഡ്രലൈസ്ഡ് സോയ് പ്രോട്ടീൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു വരുന്നത്. അതിനകത്തൊരു ഫൈബറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുകയില്ല. പിന്നെ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ വെരി ടേസ്റ്റ് ഭയങ്കര ഹൊറിബിളായിരിക്കും. അപ്പം ആർക്കും അത് പാലറ്റബിൾ സാധനമല്ല. അപ്പം അത് ഒന്ന് പ്രിസർവേറ്റീവ് പോലെ കുറെ ആഡ് ചെയ്തിട്ടുണ്ടാകും, പിന്നെ ടേസ്റ്റ് മേക്കേഴ്സ് ഇട്ടതുമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു കെമിക്കൽ ഇതാണ് വരുന്നത്. അതിന്റെ കൂടെ പെട്ടെന്ന് എല്ലാത്തിനും ഇഫക്റ്റ് കിട്ടണമല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മസിൽ വെക്കണം, ഫാസ്റ്റ് മസിൽ ഗെയിൻ എന്നൊക്കെ പറഞ്ഞ് ഈ കുറച്ച് സാധനങ്ങളും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ളത് കഴിക്കുമ്പോഴാണ് ഈ ഫസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ വരുന്നത്. ശരിക്കും നമ്മൾ വെയിറ്റ് ഗെയിൻ നോക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പാലോ മുട്ടയോ പയറോ ഫിഷോ മീറ്റോ ഒക്കെ കഴിച്ചാൽ മതി. വെയിറ്റ് നോക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി അബ്സോർബിൾ സാധനമായിരിക്കണം കഴിക്കുന്നത്. ഈസി അപ്പോൾ അബ്സോർബിൾ ആയിരിക്കണം, നമ്മുടെ ബോഡിക്ക് പറ്റിയതുമായിരിക്കണം. പ്രത്യേകിച്ച് ആസ്മ, അലർജി, സ്കിൻ ഡിസീസസ് ഇങ്ങനെയൊക്കെ ഉള്ളവരല്ലേ, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒക്കെ ഉള്ളവരായിരിക്കും പലപ്പോഴും ഇങ്ങനെ
അവര് കാര്യമില്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ച് അപ്പൊ അവർക്ക് അവരുടെ ശരീരത്തിന് ചേരുന്ന ഫുഡ് ഏതാണെന്ന് നോക്കിയും കൂടെ കഴിക്കേണ്ടി വരും. ഒരാൾക്ക് അരിയാഹാരം, നമ്മളിപ്പം മലയാളിയൊക്കെ അരിയാഹാരമാണല്ലോ കഴിക്കുന്നത്. ബേസ് നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത് അരിയാണല്ലോ. പക്ഷെ ചിലർക്ക് അരി അലർജി ആയിട്ട് കാണുന്നുണ്ട്, അല്ലെ ഇൻടോളറന്റ് ആണ്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വീറ്റ്, പിന്നെ നമ്മൾ കഴിക്കുന്ന മെയിൻ വീറ്റ് അല്ലേ, ഗോതമ്പാണ്. ഗോതമ്പിലെ ഗ്ലൂട്ടൻ പലർക്കും പറ്റില്ല. അപ്പം അതിന്റെ എല്ലാം ഒരു ബാലൻസ് മനസ്സിലാക്കി നമ്മൾ കഴിക്കുക എന്നുള്ളത്. അപ്പൊ അത് അവനവനത് പറ്റിയതാണോ എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് ഒരു രോഗത്തിന് ഇപ്പൊ നമ്മളെപ്പോഴും പ്രൈമറിലി എടുക്കണം. അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് എന്തിൻ്റെയോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു ഇതുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവർക്ക് ചേരുന്ന ഫുഡ് വെച്ച് അവരുടെ ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ. ഈ പലപ്പോഴും ഈ വെയിറ്റ് കുറവിന്റെ പ്രശ്നം തുടങ്ങുന്നത് വളരെ കൊച്ചിലെ ഈ കുട്ടികളുടെ കാര്യത്തില് ആണ്. പേരൻസിന് ഒരു സംശയം തോന്നുക, ഈ കൊച്ചിന് ഇങ്ങനെ വണ്ണം കുറവാണോ ആയി എന്നുള്ള രീതിയിലൊക്കെ. ശരിക്ക് എപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ട്രീറ്റ്മെന്റ് സൈഡ് വല്ലതും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ? ഈ അണ്ടർ വെയിറ്റ് നമ്മൾ ഇൻട്രായൂട്രൈൻ, അതായത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ നമ്മൾ അണ്ടർ വെയിറ്റ് കാണാറുണ്ട്. അതിനാണ് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയും. അത് നമ്മളുടെ അമ്മയ്ക്ക് രോഗമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ പ്ലാസന്റയിലേക്ക് അമ്മയുടെ പ്ലാസന്റ വഴിയാണല്ലോ അമ്പലിക്കൽ കോഡിലേക്ക് ബ്ലഡ് വന്ന് കുഞ്ഞിന് കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള, അതായത് അമ്മയുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്ന് പ്ലാസന്റയിലേക്ക് ഉള്ള ആ ഫ്ലോ കുറഞ്ഞു പോകുന്നതിന്റെ പേരിലാണ് പിള്ളേർക്ക് അണ്ടർ വെയിറ്റ് ആയി പോകുന്നത്. അത് അമ്മയുടെ, അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഭയങ്കര ചാലഞ്ചായിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് പ്രഗ്നന്റ് ആകാതിരിക്കാം, അബോർഷൻ ആവാം, ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് നേരത്തെ അതിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് വരുമ്പോഴാണ് ഗർഭാശയത്തിൽ വെച്ച് മരിക്കുന്നത് കുഞ്ഞ്. അത് തന്നെ 7-ാം മാസം മരിക്കാം, 8-ാം മാസം അതിലേക്ക് വരാം, 9-ാം മാസം വരാം, എല്ലാ സ്റ്റേജിലും അത് വരാവുന്നതാണ്. അപ്പൊ അവിടെ മുതലേ നമ്മളുടെ ഈ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ചെയ്യുന്ന അപ്പം മുതലേ നമ്മളുടെ ഗ്രോത്ത് വരികയാണ്. ഈവൻ അതിനു മുമ്പ് എഗ്ഗിന്റെയും സ്പേമിന്റെ ഹെൽത്ത് മുതൽ തുടങ്ങുന്നതാണിത്. എഗ്ഗ് നല്ല ഹെൽത്തി എഗ്ഗ് ആകണം, ഹെൽത്തി സ്പേം ആവണം. അത് ജോയിൻ ചെയ്ത് യൂട്രസിൽ വന്ന് അതിന് വേണ്ടതൊക്കെ പ്രോപ്പർ ഇതായിട്ട് കിട്ടി വളരുമ്പോഴാണ് ഒരു കൊച്ചിന് ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത്. ഈ ഹെൽത്തി കൊച്ചു വളർന്നു വന്ന് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്കാണ് മെയിൻലി ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും പിന്നെ കൊച്ചിന്റെ ഗ്രോത്ത്. അതിനു മുമ്പ് അമ്മ കഴിച്ചതാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞിന് കിട്ടുന്നത്. അപ്പൊ അമ്മയുടെ ഭക്ഷണത്തിൽ എന്തിൻ്റെയൊക്കെ കുറവ് വരുന്നുണ്ടോ, ഒരു പരിധി വരെ നമ്മുടെ നേച്ചേഴ്സ് ഇതെന്താന്ന് ചോദിച്ചാൽ കുഞ്ഞിന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ടേ അമ്മയ്ക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ പ്രിസർവ് ചെയ്യാൻ നോക്കും, കുഞ്ഞിലാണെങ്കിൽ തന്നെ ബ്രെയിനിനെ പ്രിസർവ് ചെയ്യാൻ നോക്കും. നമ്മള് ഈ കൊച്ചിന്റെയൊക്കെ അണ്ടർ ഗ്രോത്ത് റിട്ടാർഡേഷൻ നോക്കുമ്പോൾ തലയുടെ ചുറ്റളവ് നമ്മളൊരു BPD എന്ന് പറയും, BPD ബൈപെരൽറ്റൽ ഡയമീറ്ററും അതിന്റെ സർക്കംഫറൻസും ഒക്കെ എടുക്കുമ്പം അതിൽ കുറവ് വന്നിട്ടുണ്ടാവില്ല. യൂഷ്വലി അവരുടെ എപ്പോഴും നോക്കുന്നത് വയറിന്റെ ചുറ്റളവിലായിരിക്കും കുറവ് വരുന്നത്. അപ്പം അവിടെ ബ്രെയിൻ സ്പെയറിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രെയിനിനെ എപ്പോഴും ചെയ്യാൻ നോക്കും. പ്രഗ്നന്റ് ആണെങ്കിൽ കുഞ്ഞിനെ സേവ് ചെയ്യാൻ നോക്കും, കുഞ്ഞിലാണെങ്കിൽ തന്നെ ബ്രെയിനിനെ സേവ് ചെയ്യുക. അതാണ് നമ്മളുടെ ഒരു നേച്ചറിന്റെ ഒരു കണക്ക്, അതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ തന്നെ നോക്കുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പ്രഗ്നൻസിയിൽ ഇപ്പൊ നോക്കുമല്ലോ, കൊച്ചിന് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടോ, കൊച്ചിന്റെ വളർച്ച കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ അറിയാം. പിന്നെ ഈ കുഞ്ഞു കിടക്കുന്ന ഫ്ലൂയിഡിന്റെ അളവ് പറയും. കൊച്ചിന് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ കൊച്ചു കിടന്ന് കളിക്കുന്ന ഒരു ബലൂൺ ബാഗ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. യൂട്രസിനകത്തൊരു ബാഗ് പോലെ ഒരു സ്വിമ്മിംഗ് പൂളാണ്, അതിനകത്താണ്. അതിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന്റെ ഈ ആക്ടിവിറ്റീസ്, കൊച്ചു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു എപ്പോഴും മൂവിങ് ആയിരിക്കും.
ഉറങ്ങുന്നെന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ അല്ലെ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഒന്ന് അനങ്ങാതെ കിടക്കുള്ളൂ. അപ്പൊ തന്നെ കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തുണ്ടാക്കിയിരിക്കും. അപ്പം ഈ വെള്ളം കുറഞ്ഞു പോകും, ഇതിനൊന്നും സ്പേസ് ഇല്ലെന്നാവും. അപ്പൊ അതും ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയാണ്. അതാണ് നമ്മൾ ഈ അണ്ടർ വെയിറ്റ് പിള്ളേർ, ഇപ്പൊ നമുക്കൊരു കുഞ്ഞിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 3 to 3.5 kg ആണ് ആവറേജ് ഒരു ഹെൽത്തി വെയിറ്റ് എന്ന് പറയുന്നത്. 3ക്ക് താഴെ പോയാൽ അത് അണ്ടർ വെയിറ്റ് എന്നാണ്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴേക്കും ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷീണിച്ചായിരിക്കും ഇന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ പേരൻസ് കൂടുതൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങും. അത് മിക്കവാറും കൊടുക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ ഒരു ഹൈ കാലറി ഫുഡ് അങ്ങനെ കൊടുത്ത് അവസാനം അവർ വണ്ണം വെച്ച് ഓവർ വെയിറ്റ് ആവും. ഓവർ വെയിറ്റ് വന്നില്ലെങ്കിലും അങ്ങനെ കുടവരൊക്കെ വയറ് ചാടാൻ തുടങ്ങും. അപ്പൊ അത് പിന്നെ അവരുടെ ലൈഫ് ലോങ് അതൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക്, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് പിന്നെ അവർ ഓവർ വെയിറ്റിലേക്ക് വരുവാണെങ്കിൽ അബ്ഡോമിനൽ ഒബേസിറ്റി ആയിരിക്കും വരുന്നത്. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനും പ്രത്യേകിച്ച് കാർഡിയാക് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അണ്ടർ വെയിറ്റ് ആവാതെ കുറച്ച് പ്രഗ്നൻസി സമയത്ത് തന്നെ കുഞ്ഞ് അണ്ടർ വെയിറ്റ് ആവാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വെയിറ്റിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ലോ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടെ ഇമ്മ്യൂണിറ്റിയെ അത് ബാധിക്കുന്നുണ്ടോ ഈ വെയിറ്റ് കുറവായതുകൊണ്ട്? അണ്ടർ വെയിറ്റ് ആണ് BMI 18, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് 18.5. നമുക്കാണ് 18 ആയാലും മതി. ആ ഇത് അതിലും കുറവായിട്ടുള്ളപ്പോൾ ഒരു ഇൽ ഹെൽത്ത്, അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിരിക്കും. അപ്പൊ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. നമ്മൾ യൂഷ്വലി ജസ്റ്റ് വെയിറ്റിനെ മാത്രം ബേസ് ചെയ്ത് പറയാൻ പറ്റില്ല. അവരുടെ ഫാറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാ. ഇപ്പൊ ലോ വെയിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ലോ നോർമൽ വെയിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഈവൻ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഡൽട്ടിന്റെ അനുസരിച്ച് 25ഉം 18ഉം ഒന്നും അല്ല കണക്ക്. കുട്ടികൾക്ക് ശരിക്കും 14 BMI ആണ്. അതിന്റെ വളരുന്നതനുസരിച്ച് കൂടി വന്നാൽ മതി. ഒരു 8-12 ഇയേഴ്സിലൊക്കെ 14 BMI ഒക്കെ ഉണ്ടായാലും മതിയാവും. അപ്പൊ അതാണ് അതിന്റെ കണക്ക്. അപ്പൊ അത് ആ BMI എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിന്റെ കൊഴുപ്പിന്റെ അളവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഹൈറ്റോ വെയിറ്റോ മാത്രമല്ല, ബോഡിയിൽ എത്ര കൊഴുപ്പുണ്ടെന്നുള്ളതിനാണ്. അപ്പൊ നമ്മൾ അഡൽട്ടിനാണെങ്കിൽ ശരിക്കും പറഞ്ഞ ജെൻസിന് ഒരു 10 to 15% കൊഴുപ്പാണ് ഐഡിയൽ. ലേഡീസിനാണെങ്കിൽ 15 to 25%. കാരണം ലേഡീസ് കുറച്ചും കൂടെ ഒരു കുറച്ചുകൂടി ഒരു ഫാറ്റിയാണ്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ലേഡീസിന് കൂടുതല. പ്രത്യേകിച്ച് ഈ SLE, ഹൈപ്പോതൈറോയിഡിസം, ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒക്കെ ലേഡീസിന് കൂടാനുള്ള ഒരു കാരണം അതാണ്. ഈ കൊഴുപ്പ് ജനറലി അവരുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പൊ ആ കൊഴുപ്പാണ് ഈ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ റോങ് കൊഴുപ്പാണ് നമ്മൾ ഈ ബോഡിയിൽ കയറി വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് അത്തരം അസുഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അവർ ഓവർ വെയിറ്റും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി അവർക്ക് അസുഖങ്ങൾ വരാം. അതുകൊണ്ടാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അങ്ങനത്തെ ചിലതരം ഈ ആർത്രൈറ്റിസ്, അതൊക്കെ ഈ ആമവാദം എന്നൊക്കെ പറയുന്നത് ലേഡീസിന് കൂടാനുള്ള കാരണം അത് തന്നെയാണ്. ഈ പ്രീ ടേം ഡെലിവറി കാരണം ഇങ്ങനെ വെയിറ്റിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? പ്രീ ടൈം ചിൽഡ്രൻ പലപ്പോഴും അണ്ടർ വെയിറ്റ് ആകും. അതുപോലെ ചിലപ്പം പിന്നെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ വെയിറ്റിലേക്കും പോകാം. രണ്ട് രീതിയിലേക്കും പോകാനുള്ള ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ 28 വീക്സ്, പണ്ടെന്നല്ല 28 വീക്സിലാണ് നമ്മൾ സർവൈവൽ, ഔട്ട്സൈഡ് യൂട്രസ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് പഴയ ഒരു 30 years 40 years ഒക്കെ മുമ്പ് നമ്മൾ 28 ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ അത് 24 ഏജ് ആകുമ്പോൾ തന്നെ 24ലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് സർവൈവ് ചെയ്യും. അതായത് 24 ആഴ്ച വളർച്ചയോടെ 6 മാസമായ കുഞ്ഞ് നേരത്തെ 4 മാസം മുമ്പ് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അവരെ സർവൈവ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോഴത്തെ ഈ ഇന്റൻസീവ് നിയോനെറ്റോളജി ടെക്നോളജി ഒക്കെ വെച്ച് പറ്റും. പക്ഷെ അവരുടെ ഹെൽത്ത് പലപ്പോഴും വെരി ലോ ആകാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന് വേണ്ടതെല്ലാം
മദറിന് കിട്ടുന്നതെന്ന് മദർ കഴിക്കുന്നതോ മദറിന്റെ ശരീരത്തെ സ്റ്റോറേജോ എല്ലാം വെച്ച് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കുഞ്ഞിന് വയറിൽ കിടക്കുമ്പോൾ. പക്ഷെ പുറത്തു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഈ 28 ആഴ്ചയോ 30 ആഴ്ചയൊക്കെ വളർന്ന കുഞ്ഞിന് മിക്കവാറും പാല് വലിച്ചു കുടിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ട്രിപ്പാണ് കൊടുക്കുന്നത്. ട്രിപ്പിനകത്ത് കൊടുത്താലും ഗ്ലൂക്കോസും ഇതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഓയിലും അതൊരു നമ്മൾ കൊടുക്കുന്നൊരു പാരന്റൽ ന്യൂട്രീഷൻ എന്ന് പറയും. അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മുടെ ഒരു നേച്ചറിന്റെ കണക്കനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് കിട്ടുകയില്ല. അപ്പം ഡെഫിനറ്റ്ലി അവരുടെ ബ്രെയിൻ ഗ്രോത്തിന്റെയും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ കുറവ് വരാം. അപ്പൊ എപ്പോഴും ഏറ്റവും നല്ലത് ഒരു 40 വീക്സ്, അറ്റ്ലീസ്റ്റ് ഒരു 37 വീക്സ് വരെ യൂട്രസ് കിടന്ന് കറക്റ്റ് വലിപ്പത്തിൽ ഒരു 3 to 3.5 kg ആയിട്ട് കുഞ്ഞും പുറത്തു വരാൻ പറ്റുകയാണെങ്കിൽ അവർക്കാണ് ഏറ്റവും ബെസ്റ്റ് വരാവുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന പിന്നെ അവരുടെ ഡെവലപ്മെന്റിൽ, പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നമുക്കറിയാം 5 years, പിന്നെ ടീനേജ് ഡെവലപ്മെന്റിന്റെ സമയം. ഈ സമയത്തൊക്കെ അവർക്ക് വേണ്ടത് കിട്ടുക, ന്യൂട്രീഷൻ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര വണ്ണമൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് മസിൽ കാണുകയില്ല, ബോൺ തീരെ വീക്കായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴേലും പോയി വീണ് കഴിഞ്ഞാൽ അപ്പൊ കൈയൊടിയുക കാലൊടിയുക ഒക്കെ. ഒരു കൊച്ചു കളിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയൊരു വീഴ്ച തന്നെ പലപ്പോഴും കൈയും കാലും ഒക്കെ ഒടിയുന്നതിന്റെ കാരണം അതാണ്. പിന്നെ മസിൽ വീക്കായിരിക്കും. ഈ ബോണിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മളൊന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് സ്റ്റഡി ആക്കി നിർത്തണേ മസിലിന് സ്ട്രെങ്ത് ഉണ്ടാവണമല്ലോ. അപ്പൊ മസിൽ വീക്കാകുമ്പോൾ ബോൺ വീക്കാവും. അപ്പൊ നമ്മൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇവൻ പ്രായമാകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 years 25 years വരെയാണ് നമ്മുടെ ഈ മസിലും ബോണും നമ്മൾ ബോഡി ബിൽഡിംഗ് ടൈം. അത് കഴിഞ്ഞ് ഇതെല്ലാം ഡിറ്ററിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ചും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നാച്ചുറൽ സ്പേസിൽ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു പോവുകയാണ്. ഇപ്പം കുട്ടികളൊക്കെ ആയിരിക്കും നമ്മൾ കളിക്കാനൊക്കെ പോകും. ഇപ്പൊ തന്നെ അത് നമ്മൾ കമ്പ്യൂട്ടർ ഗെയിമായി മാറി. പിന്നെ ഒട്ടും കളിയില്ലെന്നാകും. ഒരു 25 years ജോലിയിലേക്കൊക്കെ കയറുമ്പോൾ ഒട്ടും ഇല്ലെന്നാകും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫിസിക്കലി വേണമെന്ന് വെച്ച് എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് മസിലും ബോണും ഒക്കെ ഡിറ്ററിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഫാറ്റ് ഗെയിൻ ആണ് ഒരു പരിധി വരെ നടക്കുന്നത്. മസിലും അണ്ടർവെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഓവർവെയ്റ്റ് ആണ് ഫാറ്റ് കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള കാരണം അത് തന്നെയാണ്. പല രോഗങ്ങളും വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്കും വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്കും ഫാറ്റി ലിവർ ഉണ്ടാവും. ഇതിന്റെയൊക്കെ ആ റോങ് ആയിട്ടുള്ള ഭക്ഷണക്രമവും എക്സസൈസിന്റെ ഇല്ലായ്മയും കൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് പല പേഷ്യൻസിനെയും കാണാം വണ്ണം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വലിയ ഓവർ വെയിറ്റ് ഒന്നും ഇല്ല, ഈവൻ അണ്ടർ വെയിറ്റ് പോലെ ആയിരിക്കും. പക്ഷെ മുഖമൊക്കെ കറുത്ത്, കണ്ണിന് ചുറ്റും, ചെറുപ്പക്കാർക്ക് പോലും കണ്ണിന് ചുറ്റും ഡാർക്ക്നെസ്, അല്ലെങ്കിൽ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഡാർക്ക്നെസ്, ഈ നക്കിൾസ് കൈയുടെയൊക്കെ മുട്ടിനൊക്കെ ഡാർക്കായിട്ടിരിക്കുന്നു. അതൊക്കെ ഒരു ഇൻസുലിൻ ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു ലക്ഷണമാണത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ടൈപ്പ് 2 ഡയബറ്റീസ് മാത്രമല്ല, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇപ്പം പുതിയ സ്റ്റഡീസ് കാണിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റി ലിവറും ഈവൻ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ അണ്ടർവെയ്റ്റ് ആണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളിലേക്ക് വരാം. അണ്ടർവെയ്റ്റ് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൊപ്പോർഷൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് വണ്ണം വെക്കുക എന്നുള്ളതല്ല വേണ്ടത്. ഇപ്പം കൊഴുപ്പ് കൂട്ടി എന്നാൽ കുറെ കൂടുതൽ ചോറും നട്ട്സും ഒക്കെ എടുത്തു കഴിച്ച് നമുക്ക് വണ്ണം വെക്കാന്ന് വെച്ചാൽ കൂടണമെന്നില്ല ഒരു കാര്യം. കാരണം ഈ കഴിക്കുന്നത് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഓക്സിജൻ വേണം. ഓക്സിജൻ നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ശ്വാസം കൂടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരുന്നാലും നമുക്ക് ശ്വാസം നമുക്ക് കൂടുതൽ വേണ്ടി വരുന്നില്ലല്ലോ. ആ ബ്രീത്തിങ്ങിന്റെ നമ്പർ ഒന്നും കൂടുകയില്ല. അതേസമയത്ത് നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രീത്തിങ് ഒക്കെ കൂടും. അപ്പം നമ്മളുടെ ഓക്സിജൻ ലെവൽ കൂടും. ഇപ്പം ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഫാറ്റോ മാത്രം കിട്ടിയത് കൊണ്ട് നമുക്കായില്ല, ഈവൻ പ്രോട്ടീനും കൂടി കിട്ടിയത് കൊണ്ടായില്ല.
ഇതിനൊക്കെ മെറ്റബോളിസം കൂടണം, അതിന് ഓക്സിജനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സർക്കുലേഷനും, നമ്മളുടെ ഓരോ ഭാഗത്തേക്കും ബ്ലഡ് ചെല്ലണം. അപ്പൊ ഈ ബ്ലഡ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ആക്ടിവേറ്റഡ് ആവണം. അതുകൊണ്ടാണ് ഈ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ വെയിറ്റ് ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഫുഡ് കഴിച്ചാൽ പോരാ, അതിനൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ആക്ടിവിറ്റീസും കൂടെ വേണം. ഈ തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട് എന്തോ തൈറോയിഡ് ഓവർ വർക്ക് ചെയ്താല് വെയിറ്റ് സഡൻ ആയിട്ട് കുറയുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഈ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോണാണ്. T3 T4 TSH എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. T3 T4 ആണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോമിലുള്ളത്. ഈ ഹോർമോൺ കൂടിപ്പോയാൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടും. നമ്മുടെ സെൽസ് എല്ലാം ഓവറായിട്ട് എനർജി പ്രൊഡക്ഷൻ ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ അതിനൊരു പേര് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അപ്പൊ അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന കുഴപ്പം കൊണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു തെറ്റായ ഒരു പ്രോട്ടീൻ പോലെ ഒരു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആന്റിബോഡീസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പോയി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നു. അപ്പൊ കൂടുതൽ ഇപ്പം ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് കുറയാൻ തുടങ്ങും. പിന്നെ ഈ കൈയൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ പല പേഷ്യൻ്റാണ് നമ്മളൊരു സിംറ്റമാറ്റിക് ആയിട്ട് പറയുന്നത് കൈ നീട്ടാൻ പറയും. അപ്പൊ ഇങ്ങനെ കൈ വിറയ്ക്കുന്ന പോലെ വരും. പിന്നെ കുറച്ച് കൂടി കുറെ നാളും കൂടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളി വരുന്ന പോലെ വരും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണിന് ചുറ്റും കുറച്ച് ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റിനകത്തും ഇതുമായിട്ട് നമ്മളുടെ ഒരു സ്പെഷ്യൽ ആന്റിബോഡി ഉണ്ടല്ലോ, അതുപോലെ അത് അവിടെ പോയി റിയാക്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു നീർക്കെട്ട് പോലെ വരും. അങ്ങനെ വരുമ്പോഴാണ് എക്സോഫ്തൽമോസ് എന്ന് പറയും, കണ്ണിങ്ങനെ തള്ളി വരുന്ന പോലെ വരും. പിന്നെ മൊത്തത്തിൽ ക്ഷീണമായിരിക്കും, വിറയൽ വരും, നെഞ്ചിടിപ്പ് കൂടും, പ്രഷർ കൂടും. അങ്ങനെ ഒരു ശരിക്കും അതൊരു കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി പോലെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു തൈറോയ്ഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ TSH കുറവായിരിക്കും, T3 T4 കൂടുതലായിരിക്കും, TSH കുറഞ്ഞു പോവാം. നമ്മൾ ഈ ഹൈപ്പോതൈറോയിഡിസം അല്ലെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ TSH കൂടുകയാണ് ചെയ്യുന്നത്, ഇതിൽ TSH കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ TSH കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെ T3 T4 കൂടുതലാണ്, ഹൈപ്പർ ആണെന്നുള്ള. അതിന് നമുക്ക് വളരെ ഇഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട് ഇപ്പം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് രോഗം ബാധിക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഈ തൈറോയ്ഡ് ഹോർമോണിനെ ഒന്ന് കുറയ്ക്കണം. അതിന് നമുക്ക് നിയോമക്കസോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ മരുന്നുകളുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കുറഞ്ഞു കിട്ടും തൈറോയ്ഡ്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഈ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി ഇത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയോമക്കസോളൊക്കെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നിയോമക്കസോളൊക്കെ കുറച്ച് ട്രീറ്റ് ചെയ്യുന്ന സം ഡോക്ടേഴ്സ് ഉണ്ട്. പലരും ഒന്നെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളയാന്ന് കളയും, അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ഒരു റേഡിയോ അയഡിൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് അയഡിനുള്ള ഒരു ലിക്വിഡ് കുടിക്കും. അത് കഴിഞ്ഞ് അപ്പൊ ഈ തൈറോയിഡിന്റെ കംപ്ലീറ്റ് സെൽസിനെ നശിപ്പിച്ച് കളയും. പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ തൈറോക്സിൻ എടുക്കേണ്ടി വരും. തൈറോയിഡിന്റെ സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ ബോഡി ആവശ്യം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പോലെയല്ല. നമ്മളൊരു ഗുളിക കഴിച്ചാൽ അത് ആവശ്യം കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് ഒരേ ലെവലിൽ നമുക്ക് ഇത് വരുള്ളൂ. ശരിക്കും ഈ ഗ്രേവ്സ് ഡിസീസ് അല്ലെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്കിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുകയോ റേഡിയോ അയഡിനൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് നിയോമക്കസോളൊക്കെ പോലെയുള്ള ടാബ്ലറ്റ് കഴിച്ച് തൈറോയ്ഡ് ഹോർമോൺ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ ഒപ്പം ഡയറ്റും ഫുഡിന്റെ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് അവർ അണ്ടർ വെയിറ്റ് ആയിപ്പോയിട്ട് അവർ വെയിറ്റ് ഗെയിൻ കറക്റ്റ് ചെയ്യാനും, പിന്നെ ഈ TRS എന്നൊക്കെ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആന്റിബോഡീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 2-3 തരം ആന്റിബോഡീസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതും കറക്റ്റ് ആവുന്നുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. ശരിക്കും നമുക്ക് ഈ സർജറിയും ഈ റേഡിയോ അബ്ലേഷൻ എന്നാണ് പറയുന്നത്, റേഡിയോ അയഡിൻ അബ്ലേഷൻ തൈറോയ്ഡ് ഗ്ലാൻഡിന്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരിക്കും ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് എടുക്കുന്നത്.
കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും വെച്ച് കൺട്രോൾ ചെയ്ത് അവരുടെ ഈ സർജറിയിലേക്ക് പോകുന്നതും അതുപോലെ റേഡിയോ അബ്ലേഷനിലേക്ക് പോകുന്നതും ഒഴിവാക്കാനേ പറ്റുള്ളൂ. കാരണം ഒരിക്കലും തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ റേഡിയോ അബ്ലേഷൻ റേഡിയോയിഡിനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഡയറ്റും എക്സസൈസും ആണ് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് പോകണ്ടു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പേഷ്യന്റ് കറക്റ്റായിട്ട് വില്ലിങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീരെ നശിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു നിലയിലാണെങ്കിൽ, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സും ഇത് നമ്മൾ കൂടുതൽ കാണുന്നതും 10, 60, 70 വയസ്സുള്ള ആൾക്കാരെയൊക്കെ പോലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. ഓൺലി തിങ് ഒരു വില്ലിങ്നെസ് വേണം. കാരണം ഒരു 10-50 വർഷമായിട്ട് നമ്മൾ പണ്ടൊക്കെ ആയുർവേദ ട്രീറ്റ്മെന്റിലൊക്കെ പഥ്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാകും. അതൊക്കെ എന്തോ അന്ധവിശ്വാസമാണ്, മോശമായിട്ടുള്ള കാര്യമാണ്, അതിന് ഭക്ഷണമായിട്ട് ഇതിനൊന്നും ബന്ധമില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ വന്നു. അതായത് 1950s, 60s, 70s, 80s ഒക്കെ വന്നപ്പോഴേക്കും. ഇപ്പൊ പക്ഷെ നമ്മളുടെ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ലൈഫ് സയൻസസ് വളർന്നു. ഇപ്പൊ നമുക്ക് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അറിയാം. അപ്പൊ അത് കറക്റ്റായിട്ട് ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും കൂടെ അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ബോഡിക്ക് വേണ്ട എല്ലാം കൊടുക്കുക, ടോക്സിൻസ് ബോഡിയിൽ എത്തുന്നത് കുറയ്ക്കാൻ നോക്കുക, കറക്റ്റായിട്ടുള്ള എക്സസൈസും ചെയ്താലേ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് വണ്ണം വെപ്പിക്കുക എന്നുള്ളതല്ല, അതിനോടൊപ്പം എന്തൊക്കെ രോഗം ഉണ്ടെങ്കിലും അതും നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് പിന്നെ ഓരോരുത്തരുടെയും ബോഡിയുടെയും ഓരോരുത്തരുടെയും ജെനറ്റിക്സും അനുസരിച്ച് ഏത് ഫുഡാണ് അവർക്ക് പറ്റുന്നത് അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചില ഇതുണ്ടാവും ആർത്രൈറ്റിസും അല്ലെങ്കിൽ സ്കിൻ ഡിസീസ്, ഓട്ടോഇമ്യൂൺ ഒക്കെ എല്ലാം. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസാണ് നമുക്ക് ഏറ്റവും ട്രീറ്റ്മെന്റ്, നമുക്ക് ഇതുവരെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ഇരുന്നതും പിന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബോഡിയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിക്കാനും കൂടെ ഉള്ള വില്ലിങ്നെസ് വേണം. എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാം കറക്റ്റായി എന്നാൽ പിന്നെ ഇനി എന്തും ആകാന്ന് വെച്ചാൽ പറ്റില്ല. നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കാൻ. അപ്പൊ പക്ഷെ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ ജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്നും കഴിക്കണം, അതിന്റെ സൈഡ് ഇഫക്റ്റും കൂടെ വരും. ഇത് നമ്മളുടെ കാര്യം എന്താണ്, നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക, ബോഡിന്റെ പ്ലസും മൈനസും മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക. അതാണ് ശരിക്കും പറഞ്ഞ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് ചെയ്യുന്നത്. അതിൽ പേഷ്യന്റ് വില്ലിങ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് സ്റ്റേജ് ആവരുത്. അല്ലാത്ത നിലയിൽ ഒരു ബേസിക് ഹെൽത്ത് ഉള്ള സമയത്താണെങ്കിൽ അത് നമ്മൾ റിപ്പയർ ആണ്. നമ്മളുടെ ബോഡിയെ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പൊ നമുക്കറിയാമല്ലോ. ഒരു വണ്ടി തീരെ ഡാമേജ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അത് റിപ്പയർ ചെയ്താലും പിന്നെയും കേട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും നിലയിൽ എത്തിക്കാതെ നമ്മൾ ഒരു റീസണബിൾ സമയത്താണെങ്കിൽ നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ബോഡി ഷേപ്പ്, ബോഡിയുടെ അണ്ടർ വെയിറ്റ് എന്നൊക്കെയുള്ള നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർ 2 ഗ്രൂപ്പ് വരാറുണ്ട്. മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും ഉണ്ടാവാറുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുമ്പോ ഒരു അപകർഷതാ ബോധം പോലെ ഒരു കോംപ്ലക്സ് ഫീൽ ചെയ്യാൻ ചാൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് അത്ര അങ്ങ് തോന്നാറില്ലെന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മെന്റൽ ഹെൽത്തും അതും കുറച്ച് എഫക്റ്റഡ് ആണ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്തും ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ടോ നിലനിർത്താനായിട്ടോ ഒരു കാരണമായിട്ട് വരാറുണ്ടോ? നമ്മൾ അണ്ടർ വെയിറ്റ് ആയുള്ള ചിലര് വെരി വറീഡ് ആയിരിക്കും. വളരെ അവർക്ക് ഭയങ്കര അപകർഷതാബോധമായിരിക്കും. അവർ ചിലപ്പം ഒരു സോഷ്യൽ ഫങ്ഷനും ഒന്നും പോവുകയില്ലാത്ത നിലയിൽ വരാം. അപ്പം അത് ഡെഫിനറ്റ്ലി അത് അവർക്കൊരു പ്രോബ്ലം ആണ്. അതും കൊച്ചു പിള്ളേർ, ഈ ടീനേജേഴ്സിനും അല്ലെങ്കിൽ ഒരു യങ്ങർ ഇതിൽ അവർക്ക് ഫാമിലി ലൈഫ് പിന്നെ എന്താണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പിള്ളേർക്ക്
കല്യാണാലോചന ഒന്നും നടക്കുന്നില്ല, പേരൻസ് കൊണ്ടുവരും. അപ്പം കൊച്ച് തീരെ ക്ഷീണിച്ചായിരിക്കുന്ന ആരോഗ്യമില്ലാത്ത കുട്ടി, കല്യാണം നമ്മൾക്ക് ഇവിടത്തെയൊക്കെ ഇപ്പോഴും അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ. അപ്പൊ നോക്കി എല്ലാവരും ഹെൽത്ത് നോക്കുമല്ലോ. അപ്പൊ അണ്ടർ വെയിറ്റ് ആയിരിക്കുമ്പോൾ പലപ്പോഴും ഈ ഭംഗിയുടെക്കാളും കൂടുതൽ ഇൽ ഹെൽത്ത് എന്നുള്ള ഒരു നിലയിൽ തന്നെ പലപ്പോഴും കല്യാണം നടക്കാതെ വരാം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ചിലപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര അണ്ടർ വെയിറ്റ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പം ചില ജോലിക്ക് ഇപ്പോൾ എയർ ഹോസ്റ്റസ് അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ പോലീസിൽ ചേരാൻ, അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരാൻ, ഇങ്ങനത്തെ കാര്യത്തിന് ചെല്ലുമ്പോൾ ഓവർ വെയിറ്റും അണ്ടർ വെയിറ്റും രണ്ടും ബോത്ത് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം അണ്ടർ വെയിറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും 5-6 കിലോ അല്ലെ 8-10 കിലോ കൂടേണ്ടതേ കാണുള്ളൂ. പലപ്പോഴും ഈ എങ്ങനത്തെ ജോലിക്കൊക്കെ വേറെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ച് കിലോയുടെ വ്യത്യാസമാണുള്ളൂ. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിതിൻ എ മന്ത് ഓർ 2 അതിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിതിൻ എ മന്ത് ഓർ 2 കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂഷ്വലി ഓവർ വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് അണ്ടർ വെയിറ്റ് കുറയ്ക്കുന്നത്. പിന്നെ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ചിലരെന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ പലതരത്തിലുള്ള മാനസിക പ്രോബ്ലംസും കൂടെ അവർക്കുണ്ടാവും. അത് മാനസിക പ്രോബ്ലം ഇതുമായിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്ന് കരുതിയാൽ മതി. അതൊരു കൊച്ചു യൂഷ്വലി ഈ മാനസികമായിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ്സും ഒക്കെ വരുന്ന കൂടുതലും പ്രായം കൂടി വരില്ല. കൊച്ചു പിള്ളേർ, അതായത് ഒരു 10-20 വയസ്സുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ യൂഷ്വലി വളരെ ഈസിയാണ്. അവർ പെട്ടെന്ന് പിക്ക് ചെയ്യും. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്. അവർ പറയും, പേരൻസും ആയിരിക്കും കൊണ്ടുവരുന്നത്, അവർക്കും ആഗ്രഹമുണ്ട് മോനോ അല്ലെ മോളോ നല്ല കറക്റ്റ് ആവണമെന്ന്. അവർക്ക് നല്ല മോട്ടിവേഷനിലിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആകാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പം BMI 15, 16, ഈവൻ 14 വരെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. അത് 15, 16 ഒക്കെ ആകുമ്പോൾ ഫാസ്റ്റായിട്ട്, 17, 16 ഒക്കെ വെരി ഫാസ്റ്റായിട്ട് തന്നെ പോകും. ഇനി 14 ഇരിക്കുന്നവർക്ക് ഒട്ടും കഴിക്കാൻ വരായിരിക്കും. അപ്പം അത് പതുക്കെ അവരുടെ വിശപ്പും കൂടെയൊക്കെ കൂടാനും ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അതുപോലെ അതൊന്ന് ബോഡിയിൽ പിടിക്കാനുള്ള ചിലപ്പോൾ ഇച്ചിരി സപ്പോർട്ടീവ് മെഡിസിൻസും വേണ്ടി വരും. പിന്നെ മെയിൻ ഫുഡ് തന്നെയാണ്, അത് പതുക്കെ കഴിപ്പിച്ച് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത്. യൂഷ്വലി ഇതിന് 3 months എല്ലാം കറക്റ്റ് ആക്കാനും, അത് ജസ്റ്റ് വെയിറ്റ് കൂട്ടുക എന്നല്ല, നമ്മൾ ആ ബോഡി പ്രപ്പോർഷൻസ് അത് തന്നെ എടുത്തിട്ടാണ് ഒരാൾക്ക് ആ ഹൈറ്റ് അനുസരിച്ച് ഓരോ മെഷർമെന്റ്സും എത്ര വരെ എത്തണം, എത്ര ഹൈറ്റ്, എത്ര വയറിന്റെ സർക്കംഫറൻസ് എത്ര വേണം, ഓരോ ബോഡി പാർട്സിന്റെയും അനുസരിച്ച് ആ കണക്കനുസരിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്യുകയും ചെയ്യണം. പലപ്പോഴും എക്സസൈസ് ഒക്കെ ചെയ്യാൻ മടി കാണിച്ചിട്ട് കൂടുതൽ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ച് വയറ് ചാടുന്നത് പോലെ വരാം. അത് വരുത്താതെ നോക്കുക എന്നുള്ളതും കൂടെയാണ് വരുന്നത്. പിന്നെ എപ്പോഴും അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഓവർ വെയിറ്റ് നോർമൽ പോലെ അവർക്ക് കുറെ കൂടെ കൂടുതൽ വേണമെന്ന് ആഗ്രഹമായിരിക്കും. അത് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം കാണുന്നത്. കാരണം ഈ ജന്മന തന്നെ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവർ വണ്ണം വെച്ച് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 21-22 BMIയിലേക്കൊക്കെ വന്നാൽ മതി. അത് കഴിയുമ്പം അവർ അത്ര കറക്റ്റായിട്ട് എക്സസൈസും ഒക്കെ ചെയ്തില്ലെങ്കിൽ വയറ് വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഷേപ്പ് പോകും. അത് കൊള്ളൂല. നമുക്ക് യൂഷ്വലി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു 22, നമ്മളുടെ ഇവിടെ നമ്മളൊരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ, അതായത് നമ്മൾ അത്യാവശ്യം ഒരു 1 hour എക്സസൈസോ ഹാഫ് ആൻ അവർ ടു 1 hour എക്സസൈസും ഒക്കെ ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ഒരു 20-22 BMI ഒരു 20ക്കും 22നും ഇടയ്ക്കാകണം. അല്ലെങ്കിൽ ഈ അണ്ടർ വെയിറ്റ് ആയിട്ടുണ്ടായത് അല്ലെ ലീൻ നേച്ചർ ഉള്ളവർക്കാണെങ്കിൽ ഒരു 19-21 മതിയാവും. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം ചിലർക്ക് നല്ല ഫിസിക് ജെൻസ് ഒക്കെ ആണ്, അവർക്ക് നല്ല ജിമ്മായിട്ട് നല്ല 6 pack ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ can go up to 23 or 25 വരെ വരാം. അപ്പൊ കൂടുതൽ 23ക്ക് പ്രത്യേകിച്ച് മുകളിലേക്ക് പോകുമ്പോൾ അത്ര കെയർഫുൾ ആയിരിക്കണം, നമ്മൾ ഓവറായി പോകുന്നില്ലെന്ന്. അപ്പൊ ഓവർ ആക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഏറ്റവും കാരണം ഈ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ അതൊന്ന് പിടിച്ചു നിർത്തി കൊണ്ടുപോകുക എന്നുള്ള ഇത്രയും മതി, ഇതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നത്. പിന്നെ വളരെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ഇതാണ്
വളരെ ഫാസ്റ്റായിട്ട് ഗെയിൻ വരും. ഇപ്പൊ ചിലർക്കാണെങ്കിൽ പെൺകുട്ടികളൊക്കെ കല്യാണത്തിന്റെ അങ്ങനെ അവർ അതിന് മുമ്പായിട്ട് കറക്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ എനിക്കൊന്ന് ഒരു 2010 ഞാനൊക്കെ ഞാൻ ഇങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങും ഒരു 20 years ഒക്കെ ബാക്ക് ഈ വെയിറ്റ് കൂടാനായിട്ട് വരുന്നത് വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും വെയിറ്റ് കുറയ്ക്കാൻ വരുന്നവരാണ്. എന്നാലും വളരെ ഫ്യൂ ആണ്. അതായത് നമ്പർ ഓഫ് പേഷ്യൻസ് നോക്കുമ്പോൾ ഇപ്പൊ കൂടുതലും വെയിറ്റ് കുറയ്ക്കുക, കല്യാണത്തിന് മുമ്പാണേലും എന്ത് ഇതിന്റെ ആവശ്യത്തിനാണെങ്കിലും വെയിറ്റ് കുറയ്ക്കലാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ഒരു 20 years ഒക്കെ ബാക്ക് കൂട്ടേണ്ടത് ഒത്തിരി പേർക്ക് ഇനി ആവശ്യം ഉണ്ടായിരുന്നു. മാരേജിന്റെ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഒക്കെ ആവശ്യമായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പം ജനറലി അത് നമ്പർ കുറവാണ്. ഈ പ്രഗ്നൻസിക്ക് മുമ്പ് അണ്ടർ വെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതും പ്രഗ്നൻസി സമയത്ത് അണ്ടർ വെയിറ്റ് ആവുന്നതും കുറച്ച് റിസ്ക് ആഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? പ്രഗ്നൻസിക്ക് മുമ്പ് അണ്ടർ വെയിറ്റ് ആയിരിക്കുമ്പോൾ ഒരു പ്രഗ്നന്റ് ആകുന്നത് തന്നെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു ഇനിഷ്യൽ കാലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പൊ അണ്ടർ വെയിറ്റ് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്, അണ്ടർ വെയിറ്റും ഓവർ വെയിറ്റും അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പോകാറ് അതിലേക്ക് വരുന്നത്. എന്നാലേ പ്രഗ്നന്റ് ആവുകയുള്ളൂ. അതായത് അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവര് ഹെൽത്ത് ഇനഫ് അല്ല. ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാവും. അതായത് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പം തീരെ അണ്ടർ വെയിറ്റ് ആണ്, ഫാറ്റ് ലെവല് 15 ലോ ആണെങ്കിൽ പലപ്പോഴും ഓവുലേഷൻ തന്നെ നടക്കില്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് ബോഡി ഇംപ്രൂവ് ചെയ്തതിന് ശേഷമേ പ്രഗ്നന്റ് ആകുള്ളൂ. ഇനി അല്ലാതെ വല്ല മരുന്നൊക്കെ കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രഗ്നന്റ് ആയാലും അതിന്റെ അബോർഷന്റെ സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ കുഞ്ഞിന്റെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. കാരണം ഇത് ഒരാൾ അണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുകയാണ്, അവര് ഫിറ്റ് അല്ല, ഫോർ പ്രഗ്നൻസിക്ക് തന്നെ ഫിറ്റ് അല്ല. അപ്പൊ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ കറക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് ആണ്. പിന്നെ ഈ അണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുന്ന പലരുടെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ഒന്നും കുഴപ്പമില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ പ്രഗ്നൻസി ട്രൈ ചെയ്യാവുള്ളൂ. കാരണം ചിലപ്പോൾ അത് വല്ല ലിവറിന് പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. കിഡ്നിയും അതുപോലെ ഈ ആസ്മ, അലർജി, ഈ സ്കിൻ ഓട്ടോഇമ്യൂൺ ഡിസീസ്, ശരിക്കും പറഞ്ഞാൽ കിഡ്നിക്ക് പലപ്പോഴും മറ്റു പ്രശ്നമൊന്നും ഇല്ലാതെ, അതായത് ഡയബറ്റീസും പ്രഷറും ഒന്നും ഇല്ലാതെ വെറുതെ കിഡ്നി ഫെയിലിയർ വരുന്നത് അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻസിയെ കുറിച്ച് തന്നെ ചിന്തിക്കാവുള്ളൂ. കാരണം അത് കുഞ്ഞിന്റെ ഹെൽത്തിനെയും, അമ്മയ്ക്ക് പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ഹെൽത്തിനെയും അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻസ് വരാം. അതുപോലെ തന്നെ ഇനി കുഞ്ഞിന്റെ പ്രഗ്നന്റ് ആയാലും ഇൻഫെർട്ടിലിറ്റി ഒക്കെ മാറി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പ്രഗ്നന്റ് ആണെങ്കിലും നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടല്ലല്ലോ, നമുക്കൊരു ഹെൽത്തി കുഞ്ഞിനെയല്ലേ വേണ്ടത്. ഓൾറെഡി അമ്മയ്ക്ക് ഈ ഹെൽത്ത് ഉണ്ടാവും. അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള മദർ ആണെങ്കിലും അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഫാദർ ആണെങ്കിലും ഫാദറിന്റെ ആണെങ്കിലും നമുക്കറിയാലോ. ഇപ്പൊ ചെടികളുടെ കാര്യം എടുത്താൽ നമുക്ക് ഉണങ്ങി തീരെ ഇതായിട്ടിരിക്കുന്ന നെല്ലെടുത്ത് അതിനെ വെച്ച് നമ്മളതിനെ അടുത്ത ജനറേഷനിലേക്ക് വിടൂല്ലല്ലോ. നമ്മൾ ഏറ്റവും ബെസ്റ്റ് വിത്തെടുത്തല്ലേ അടുത്ത വിതയ്ക്ക് എടുക്കുന്നത്. അല്ല ഏറ്റവും ബെസ്റ്റ് തെങ്ങും തൈ അല്ല തേങ്ങ വെച്ചല്ലേ നമ്മൾ തെങ്ങ് നടുന്നത്. ഇത് തന്നെ നമ്മളുടെ ഹ്യൂമൻ ലൈഫിൽ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ലൈഫിലാണ് ഇതൊക്കെ ഏറ്റവും ആപ്ലിക്കബിൾ അല്ലാത്തത്. നമുക്ക് കോഴിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കോഴിത്തീറ്റയുണ്ട്, കാലിത്തീറ്റയുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പശുവിന് പാല് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഈവൻ ചെടികൾക്ക് ഏറ്റവും വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നെല്ലിനാണെങ്കിലുണ്ട്, എല്ലാത്തിനും ഉണ്ട് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനും കറക്റ്റ് അനുസരിച്ച്. പക്ഷെ നമുക്ക് മനുഷ്യന് മാത്രം ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ഭക്ഷണം ഇല്ല എന്നുള്ളതാണ് ഇതുവരെയും സാധാരണ നിലയില്. കാരണം മനുഷ്യൻ എന്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ടേസ്റ്റിനാണ്. മനുഷ്യര് അതിന്റെ പോഷകത്തിനൊന്നും ആരും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. രുചിയുണ്ടോ അത് കഴിക്കും. അത് എന്ത് ജങ്ക് സാധനമാണേലും രുചിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം നമുക്ക് എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ള കെമിക്കൽസ് എല്ലാം
പിന്നെയും പിന്നെ ഒരു കമ്പനി ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ എന്ത് ഫുഡും ഉണ്ടാക്കുമ്പം അവർക്ക് കൂടുതൽ മേടിക്കുകയും കഴിക്കുകയും ചെയ്താലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ. സോ ദർ ആർ സോ മെനി. അതുകൊണ്ട് തന്നെ ദർ ആർ 10,000 മോർ ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. പലതും ടേസ്റ്റ്, അതിൻ്റെ എല്ലാം പല കോമ്പോസിഷനിലും. ഇപ്പം ചിലപ്പോൾ ഒരു ഫുഡ് ഒരു ബിസ്ക്കറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് കോമ്പോ അതനുസരിച്ച് ഇത് ചെയ്യാനായിട്ട് പ്രത്യേക മിക്സുകളാണ് റെഡിയാക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ളത് അതിലൊന്നും എഴുതിയിട്ട് പോലും ഉണ്ടാവില്ല. അതായത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലും കിട്ടുകയല്ല. അതിന്റെ മേജർ പ്രിൻസിപ്പിൾസിന് മാത്രമേ ഇൻഗ്രീഡിയന്റ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇൻഗ്രീഡിയന്റ് അതിന്റെ ടേസ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ടേസ്റ്റിന് പ്രാധാന്യം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ടേസ്റ്റ് ഒക്കെ ആകാം, പക്ഷെ അത് ആർട്ടിഫിഷ്യലി ടേസ്റ്റ് ആഡ് ചെയ്ത സാധനങ്ങളാവരുത്. നാച്ചുറൽ. ഇപ്പൊ നമ്മള് പഴയ കാലത്ത് പണ്ട് നമ്മുടെ മലയാളി അല്ല ഇന്ത്യൻ ഡിഷസിന് നമ്മൾ എങ്ങനെയാ ടേസ്റ്റ് കൊടുക്കുന്നത്? സ്പൈസസ് വെച്ചാണ്. അതിനൊരു ഹെൽത്തും ഉണ്ട്. നമ്മൾ സ്പൈസസിന്റെ സ്പെഷ്യൽ മിക്സുകളിലാണ് നമ്മൾ ഹെൽത്ത് കണ്ടിരുന്നത്. അത് ഹെൽത്തിയാണ്, അത് ടേസ്റ്റുമാണ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കെമിക്കൽസ് ഇട്ട് ടേസ്റ്റ് ആകുകയാണ്. അതാണ് പണ്ടും ഇന്നും തമ്മിലുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഈ കെമിക്കൽ വെച്ചിട്ടുള്ള ടേസ്റ്റ് എന്നോട് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഡിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നാച്ചുറൽ ടേസ്റ്റ് പിടിക്കുകയില്ലെന്നാവും. അതുകൊണ്ടാണ് ഇപ്പം കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളെ എടുക്കുള്ളൂ, വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുകയില്ല. ഇനി വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സോസ് ആഡ് ചെയ്യണം. ഈ സോസിനകത്ത് ഓരോ സോസിലും ഓരോരോ കുറെ കെമിക്കലുകൾ കൂട്ടിയാണല്ലോ. അല്ലെങ്കിൽ സ്പെഷ്യൽ സോസ് വേണം, അല്ലെങ്കിൽ ഈവൻ ചൈനീസ് സോൾട്ട് ആഡ് ചെയ്യാതെ പറ്റൂല. ഇപ്പൊ ഒരു ബിരിയാണി പോലും ചൈനീസ് സോൾട്ട് ആഡ് ചെയ്യാതെ കിട്ടുകയാണ്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ നിന്നുള്ളൊരു ഫുഡ് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് അതിനെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ടേസ്റ്റിന്റെ ഒക്കെ ഡിസ്റ്റിങ്ഷൻ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊക്കെ ഈവൻ സാധാരണ കടകളിൽ നിന്ന്, അതായത് നാട്ടിൻപുറത്തെ കടകളിൽ നിന്ന് പോലും മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോലും ഇങ്ങനത്തെ കെമിക്കൽ ഇട്ടിട്ടുള്ള റെഗുലർ വെജ് ആണേലും നോൺ വെജ് ആണേലും ഫുഡുകളിനകത്ത് ആഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഈവൻ നമ്മളുടെ മസാല കൂട്ടുകൾ മേടിക്കുമ്പോൾ ഇപ്പം ചിക്കൻ മസാല, ഓരോന്നിനും പനീർ മസാല, അങ്ങനെ പലതിനും മസാലകളാണല്ലോ. അങ്ങനെ വരുന്നതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. സോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വെയിറ്റ് കുറവുള്ളവരാണേലും വെയിറ്റ് കൂട്ടാൻ നോക്കുവാണേലും കുറയ്ക്കാൻ നോക്കുവാണേലും നമ്മൾ കഴിക്കുന്നത് അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂം, അതിന്റെ ഫ്രഷ്നെസ്സും അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന സാധനമാണ് നമ്മളുടെ ബോഡിയായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മളുടെ ലോക ചരിത്രത്തിൽ എപ്പോഴും എന്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഭക്ഷണത്തിൽ കൂടെയാണ് ആരെങ്കിലും പോയിസൺ ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? പാമ്പൊക്കെ കടിച്ച് അതുപോലത്തെ വിഷം നമ്മളുടെ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റും ഒക്കെ വരും. പക്ഷെ എപ്പോഴാണേലും ഒരാളെ ഇത് ചെയ്യാൻ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഫുഡിൽ കൂടെയാണ്. ഫുഡ് വഴിയാണ് ഒരാൾക്ക് പോയിസൺ കൊടുക്കാനും ഒക്കെ നോക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഭക്ഷണം എന്ന് മനസ്സിലാക്കുക. അത് എന്താന്ന് അറിഞ്ഞ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിന്റെ ഈ കെമിക്കൽസും ബോഡിക്ക് ഹാനികരമായിട്ടുള്ളതൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കഴിക്കുക. അത്രയും ചെയ്താൽ നമ്മുടെ ഇന്ന് കാണുന്ന ഒരു 90% ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ അനോറക്സിയ നെർവോസ എന്നും പറഞ്ഞ് മെലിയൽ രോഗം എന്നും പറഞ്ഞുള്ള രീതിയിൽ സംഭവിക്കുന്നത് അത് എന്തുകൊണ്ടാണ്? അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടോ? അനോറക്സിയ നെർവോസ എന്നുള്ളത് നമ്മളൊരു സൈക്കാട്രിക് ഡിസോർഡർ ആയിട്ടാണ് എടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു ഡിപ്രഷൻ പോലെ വന്ന് അതൊക്കെ നമ്മൾ ആ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. നമ്മൾ ഫുഡിന്റെ നമ്മളുടെ അപ്പറ്റൈറ്റ്, നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള താല്പര്യം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. ഈ ബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചാൽ ശരിക്കും നമ്മുടെ മസിലിനൊക്കെ പ്രോട്ടീനാണ് വരുന്നത്. എല്ലിലാണെങ്കിൽ പ്രോട്ടീനും വരും, അതിൻ്റെ കൂടെ മിനറൽസും കൂടുതൽ വരും. ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് വെച്ചാണ്. ശരിക്കും അത് ലൈവായിട്ടിരിക്കുമ്പോൾ അതൊരു സെമി സോളിഡാണ്. നമ്മളിപ്പം ഇവിടെ ഒക്കെ നമുക്കറിയാമല്ലോ, ഓരോന്നിനും ഓരോ കൺസിസ്റ്റൻസി അല്ലേ. അപ്പം ബ്രെയിനിൽ നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ബ്രെയിൻ ആണെങ്കിൽ
അതിങ്ങനെ എന്താ തലച്ചോറെന്നാ പറയുന്നത് അല്ലേ? തലച്ചോറ് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ചോറ് പോലെയാണ്, തലച്ചോറാണ്. അപ്പൊ അതിനൊരു സെമി സോളിഡ് ഇങ്ങനെ വളരെ സോഫ്റ്റ് നേച്ചറാണത്. അപ്പൊ അതിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് നമ്മളുടെ ഫുഡ് കഴിക്കാനുള്ള താല്പര്യം കുറഞ്ഞ്, അതുപോലെ തന്നെ അവർക്ക് എക്സസൈസിനും മടിയായിരിക്കും. അവർ ആക്ടിവിറ്റീസും ഈ അനോറക്സിയ നെറോസ വരുമ്പോഴേക്കും അവരങ്ങ് വീക്കായിപ്പോയി, അവരുടെ ഫാറ്റും കുറയും. ചിലപ്പം ചിലരൊക്കെ പലപ്പോഴും നമ്മൾ കോമ്പോസിഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫാറ്റ് ഉണ്ടാവും, അത്യാവശ്യത്തിന് പ്രൊപ്പോർഷണലി ഫാറ്റ് ഉണ്ടാവും, പക്ഷെ മസിലും ഒക്കെ വീക്കായി പോയിട്ടുണ്ടാവും. അപ്പൊ അത് ഒരു നമ്മളുടെ കൺട്രോൾ മെക്കാനിസത്തിൽ വന്നിരിക്കുന്ന തകരാറ് കൊണ്ട്, അതുപോലെ ഇൻഡസ്റ്റൈൻ, ഇതെല്ലാം ബ്രെയിനും നെർവ്സും ഹോർമോൺസും രണ്ടിന്റെയും കൺട്രോൾ വരുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്ന ഒരു തകരാറ് കൊണ്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് ഫുഡ് കഴിപ്പിക്കുക, കറക്റ്റായിട്ടുള്ളത് കഴിപ്പിക്കുക. അവർക്ക് ചിലപ്പം ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ് അവർ അനോറക്സിയ നെർവോസ വരാന് ബ്രെയിനിന്റെ പ്രോബ്ലം മാത്രമല്ല, ചിലപ്പോൾ ഇൻഡസ്റ്റൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരുടെ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഉണ്ടോ, ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടോ, അവരുടെ ബ്രെയിനിന്റെ മറ്റേ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ പരിഹരിച്ച് അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനും സാധിച്ച് മാത്രമേ അതിനകത്തുനിന്ന് വരുള്ളൂ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ആർക്കാണെങ്കിലും അതിന് ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.